ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ? നിന്റെ ചേച്ചിയെ ഞാൻ കെട്ടട്ടെ? വേണ്ട വേണ്ട, ചേച്ചിയെ മാധവേട്ടൻ കെട്ടിക്കോളൂ. അതെന്താ ഞാൻ കെട്ടിയാല്? നിങ്ങളൊരു വയസ്സനല്ലേ? ഓ, ചേച്ചിയെ കെട്ടാൻ വന്നിരിക്കുന്നു. ഞാനൊരു തമാശ പറഞ്ഞതാ കേട്ടോ. നീ അത് അച്ഛനോടൊന്നും പറയണ്ട. വയസ്സനാണ് പോലും. എന്നാ പറയാനാ? ടയർ പഞ്ചറായി. ഞങ്ങളുടെ യാത്രക്കാരെ കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ ഒന്നും ആരും ഇല്ലല്ലോ മോളെ. ഇവിടെ കട്ടുകൊണ്ടുപോയി എന്തിരുന്നിട്ടാ ഒക്കെ അങ്ങനെ തോന്നലാവും. ചില ഒന്ന് കിടക്ക്. അവൾക്ക് തോന്നിയതാവും, പോയി കിടക്കാൻ നോക്കടാ. മുമ്പ് ഒരിക്കലും ഇവിടെ കള്ളം കയറിയിട്ടില്ലല്ലോ അച്ഛാ. ചോദിച്ച കാര്യം എന്ത് പോകരുതാണ് നിങ്ങൾ ഈ കാണിച്ചേ? വിടടാ, കൊലയാടി മോനെ, കൊന്നുകളയും ഞാൻ. എന്തു പറ്റി മാധവേട്ടാ? അറിയില്ല മോനെ, ഇയാൾക്കിത് പഞ്ഞിക്കാരനെ കുറിച്ച് ചില സൂചനകൾ കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ 2 ദിവസം കൊണ്ട് നോക്കാനുള്ള ട്രേസ് ചെയ്യാനാവും. ആരോ വരുന്നുണ്ട്. നിങ്ങൾ മാറിക്കോ. മാറിക്കൊള്ളൂ. ദേവാ മോനെ,
അവസാനം നീ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. മോനെ, ഇത്രയും നാൾ നീ എവിടെയായിരുന്നെന്ന് ഞാൻ ചോദിക്കുന്നില്ല, സുഖമാണോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. എനിക്കറിയേണ്ടത് ഒന്ന് മാത്രം, വന്നിട്ട് ഇതുവരെ എന്തേ വീട്ടിലേക്ക് വന്നില്ല? അപ്പോ ഞാൻ ഭയന്നത് തന്നെ കാര്യം. അയാളെ മാത്രം നീ തേടി വന്നതാ അല്ലേ കുട്ടി? എൻ്റെ മോനെ, നിന്റെ അച്ഛൻ്റെ സ്ഥാനത്ത് നിൽക്കേണ്ട ആളായോണ്ട് പറയുക, വീണ ചോര വീണു. ഇനി അതിൻ്റെ കണക്ക് എണ്ണി തീർത്താൽ പോലും നീ ഒന്നും നേടുന്നില്ല. നഷ്ടപ്പെട്ടവരെ അതുകൊണ്ട് നമുക്ക് തിരിച്ചു കിട്ടില്ലല്ലോ. നിന്റെ മുമ്പിൽ ഒരായുസിൻ്റെ ജീവിതം ബാക്കിയുണ്ട്. ആരുമില്ലാന്ന് തോന്നലും നിനക്ക് വേണ്ട. നീ ജീവിതത്തിൽ എന്താണെങ്കിലും നിന്നെ സ്നേഹിക്കാനും നിനക്ക് സ്നേഹിക്കാനും ഞങ്ങൾ ചിലരൊക്കെ ഉണ്ട് ഇവിടെ. നിങ്ങൾ പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ പറഞ്ഞ ദേവൻ ഏതെന്ന് പോലും എനിക്കറിയില്ല. ദേവാ? അതെ, ഇത് മറ്റൊരു ദേവൻ. ഈ ദേവൻ ആരുടെ ഉപദേശങ്ങളും മനസ്സിലാവില്ല. ഇവിടെ എവിടെ കണ്ടെന്നാ നിങ്ങൾ പറഞ്ഞത്? ദാ അവിടെ. ശല്യം! നിനക്കൊന്ന് അമ്മയും മകളും ഇല്ലടാ പട്ടി. അപ്പൊ തന്നെ വലിച്ച് ജീപ്പിൽ കയറ്റായിരുന്നില്ല നിങ്ങൾക്ക്? അതെടാ, ജീപ്പേ കേട്ടാ നീ നോക്ക് വാ. അപ്പോഴാൾത്തറ ആളായിരുന്നു ദേവാ. അമ്പലത്തിൽ നോക്ക്. അല്ല, അയാളോടുണ്ടാവോ? കേറി നോക്കാൻ. വന്നേ. ദേവേട്ടാ, കുട്ടി പൊയ്ക്കോളൂ, ഞാൻ വരാം. ഓർമ്മയിലൊന്നും ഞാനില്ലെന്ന ചോദ്യം നന്നായി. പക്ഷേ അതിന് ഉത്തരം പറയാൻ ദേവേട്ടന് ഒട്ടും സമയം തന്നില്ല. എന്റെ കാര്യം പോട്ടെ, പക്ഷെ അച്ഛനെ വേദനിപ്പിച്ചാൽ എനിക്ക് പരാതിയുണ്ട്. എവിടെയാണേലും ദേവേട്ടൻ സുഖമായിട്ടിരിക്കണേന്നായിരുന്നു ഇന്നും അച്ഛന്റെ പ്രാർത്ഥന. അതുകൊണ്ടാ ഉപദേശിക്കാൻ ഇറങ്ങി പുറപ്പെട്ടത്. പക്ഷെ ദേവേട്ടന് സ്നേഹിക്കുന്നവരുടെ വേദന മനസ്സിലാവില്ല അല്ലേ? മറ്റുള്ളവരുടെ വേദനയെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. എന്റെ വേദനയാണ് 12 വർഷങ്ങൾക്ക് ശേഷം തിരിച്ചിവിടെ തന്നെ എന്നെ എത്തിച്ചത്. അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല, കാരണം നഷ്ടപ്പെട്ടതൊന്നും നിങ്ങൾക്കല്ലല്ലോ. ദേവേട്ടാ, ദേവി ഇതത് മാത്രം പറയരുത്. ഒന്നേ ഞാൻ പറയുന്നുള്ളൂ, ആരും വഴി തടയാൻ വരരുത്. എന്നെ എന്റെ ലക്ഷ്യത്തിനോട്ടേക്ക്. അയാൾ അതിലുണ്ട്. നീ ധൈര്യമായിട്ടിരുന്നോ, ഞങ്ങൾ പഞ്ഞിക്കാരനെ കൊണ്ടേ വരൂ.